സപ്ലൈകോയിൽ കടുത്ത പ്രതിസന്ധിയുണ്ട്. സപ്ലൈകോയെ തകർക്കാൻ ശ്രമിക്കുന്നത് മന്ത്രിയുടെ ഒപ്പം ഇരിക്കുന്നവരാണ്. CPI നേതാവ് ഇതാകെ വശപ്പശായല്ല. സർ, ആരാണ് ഈ വകുപ്പിനോട് ഈ സമീപനം വെച്ച് പുലർത്തുന്നത്? സർ, ആരാണ് ഈ വകുപ്പിനോട് ഈ നയങ്ങൾ വെച്ച് പുലർത്തുന്നത്? ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു. സ്വാഭാവികം. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇല്ല സാർ, ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഇട്ടാ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല. മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം നിർത്താൻ പറ്റും. സാർ, CPIയുടെ സ്റ്റോറിന് എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, ഒരു കുഴപ്പമില്ല, നല്ല പേരാ. അതാകുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. ആ തണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, അവിടെ ദൂരത്തിന് കുറവില്ല. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തോളത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നുവെന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു വാർത്തകൾ. സാർ, ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. ഒരു 8 മുഴം കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും വിലക്കയറ്റമാണ്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. ഇതിന്റെ പേരിൽ അങ്ങ് പറയുന്ന കണക്ക് തന്നെ ശരിയാണെങ്കിൽ 40 ലക്ഷം ആളുകൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലൊക്കെ പോകുമ്പോ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. സാർ, ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.